UDF മുന്നണിയെ നയിക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കോൺഗ്രസ് അല്ലാതെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിം ലീഗാണ് UDF-ന്. അത് അവരുടെ കാര്യം കേട്ടോ. കോൺഗ്രസിന് വോട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കോൺഗ്രസിന് വോട്ടൊക്കെ ഉണ്ട്. പക്ഷെ സംഘടനാ സംവിധാനം കൊണ്ട് UDF-നെ നയിക്കാൻ സാധിക്കുക മുസ്ലിം ലീഗിനാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നിടത്തേക്ക് ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമുക്ക് ഈ മഹാമുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രമല്ല അവരുടെ കൂടെയുള്ളത്. ഒരു ഭാഗത്ത് തീവ്ര മുസ്ലിം വിരോധം തുപ്പുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, മറുനാടൻ മലയാളി ഷാജിൻ സ്കറിയുടെ, മറുഭാഗത്ത് തീവ്ര മുസ്ലിം മതമൗലികവാദവും തീവ്ര നിലപാടുകളും എടുക്കുന്ന മീഡിയ വൺ അടക്കമുള്ള, അതില് സി ദാവൂദ് അടക്കമുള്ളവര്. ഇവർക്കൊക്കെ ഒരൊറ്റ ആവാസ വ്യവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നു. കോൺഗ്രസിന്റെ ഒരു ചിറകില് മുസ്ലിം ലീഗ്, വേറൊരു ചിറകില് ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ SDPI. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, ഞാൻ 10-28 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് RSSകാരനായിട്ടുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നത്. പത്രത്തിലും ടെലിവിഷനിലും നമ്മൾ കണ്ടതാ, BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്നു. നല്ല കാര്യമാണ്. BJP വിട്ട് ആര് കോൺഗ്രസിൽ ചേർന്നാലും BJP അല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമൊന്നും ആളുകൾ സത്യം പറയാറില്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് വാര്യർ പറയാണ്, എന്റെ ഭൂമി ഞാൻ RSSന്റെ കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ് എന്ന്. എന്റെ ഭൂമി ആരെങ്കിലും ചോദിച്ചിട്ടല്ല പറയുന്നത്. സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ പറയാറുള്ളത് പോലെ കൊമ്പിട്ടിട്ടോ അല്ലെ കുഴലിട്ടിട്ടോ കുത്തുമ്പോഴാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പോവുക. ഇതൊരു തുറന്നു പറച്ചല്ല, ഒരു ചോദ്യം ആവശ്യം വന്നിട്ടില്ല. നേരെ സന്ദീപ് വാര്യർ പറയാണ്, ഞാൻ എന്റെ ഭൂമി RSSന്റെ കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഇതൊരു ഡോഗ് വിസിലാണ്. എന്നുവെച്ചാൽ എന്താ, നായകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിസിലുണ്ട്. ഈ വിസിൽ ഊയ നായക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോ സന്ദീപ് വാര്യർ RSSന് ഒരു വിസിൽ കൊടുത്തിരിക്കുകയാണ്. ഞാൻ BJPയിൽ K സുരേന്ദ്രനുമായിട്ട് ചെറിയ ചില്ലറ സൗന്ദര്യപ്പടക്കമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം BJP വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, RSS വിടുന്നില്ല, എന്റെ ട്രൗസർ കാക്കി തന്നെയാണ് എന്ന് സന്ദീപ് വാര്യർ പറയാണ്.